ഈ കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഞങ്ങളെ അപമാനിച്ചിറക്കി വിടാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ഞങ്ങളെ പിരിച്ചുവിടാൻ ന്യായമായ ഒരു കാരണം ഉണ്ടെങ്കിൽ പറയൂ, ഞങ്ങൾ പോയിക്കോളാം. നീ ആരടി ന്യായത്തെ കുറിച്ച് സംസാരിക്കാൻ? നിന്നെ ദ്രോഹിന്ന് വിളിച്ചപ്പോ നിനക്കങ്ങ് പൊള്ളിയോ? കൈലാഷിന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്നെ നീ ജോലി രാജിവെച്ച് പോയിരുന്നെങ്കിൽ നിനക്കൊരു മാന്യതയുണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ നീ കൈലാഷിന്റെ കൂടെ നടന്ന് കളിച്ചും ചിരിച്ചും അവനെ പറ്റിച്ച് കാശ് തട്ടിയെടുത്ത് നാട്ടിലെ നിന്റെ കടങ്ങളൊക്കെ വീട്ടിയില്ലേ? അപ്പൊ നിനക്ക് അതൊക്കെ തെറ്റാണെന്ന് തോന്നിയില്ലേ? കൈലാഷിനെ പ്രേമിച്ച് ചതിച്ചതിനാ നിങ്ങളെ പിരിച്ചുവിടുന്നത്. രണ്ടുപേർക്കും ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ജോലി രാജിവെച്ചിട്ട് പോണം. ഇപ്പോഴാ നിങ്ങൾ ശരിക്കുള്ള കാരണം പറഞ്ഞത്. ഇത് കേൾക്കാനാ ഞങ്ങൾ കാത്തുനിന്നത്. നിങ്ങൾ ഞങ്ങളെ പിരിച്ചുവിടാനുള്ള കാരണം ഞങ്ങളുടെ കഴിവുകേടുണ്ടല്ല, ആഗ്രഹിച്ച് നടക്കാത്തതിന്റെ അമർഷമാണ് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്നത്. ഇനി ഞങ്ങൾ സന്തോഷത്തോടെ പൊയ്ക്കൊള്ളാം. പോവാം പ്രിയഞ്ചേട്ടാ. മുക്തേ, നീ കാശിന്റെ കണക്ക് കുറെ പറഞ്ഞല്ലോ. ഞാൻ ഇന്നേ വരെ എപ്പോഴെങ്കിലും കൈലാഷ് സാറിനോട് കാശ് ചോദിച്ചിട്ടുണ്ടെന്ന് കൈലാഷ് സാറ് പറയട്ടെ? കുടുംബത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം എന്നെ പോലുള്ളവര് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുന്നത്. ചെയ്യുന്ന ജോലിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ശമ്പളവും വാങ്ങുന്നുണ്ട്. ആ ശമ്പളത്തിന് പുറമെ ഒരു സഹായവും നിങ്ങളിൽ നിന്നും ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. കൈലാഷ് സാർ എന്നോട് ചോദിക്കാതെ എന്റെ കുടുംബത്തിന് കാശ് നൽകിയിട്ടുണ്ട്. അത് പലിശ സഹിതം കൃത്യമായിട്ട് ഞാൻ തിരിച്ചടയ്ക്കും. ഈ നിൽക്കുന്നവരെല്ലാം അതിന് സാക്ഷികളാണ്. നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. പോവാം പ്രിയഞ്ചേട്ടാ. നിക്കേ.